പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദിലീഷ് പോത്തൻ മോഹൻലാൽ ടീം ഒന്നിക്കുന്നു എന്ന വാർത്ത കുറച്ച് നാളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അവസാനം അതിനൊരു സ്ഥിരീകരണമായിട്ടുണ്ട്. അതിൻ്റെ പേരും പുറത്തു വിട്ടിട്ടുണ്ട്. നെടുങ്കണ്ടം മിറാക്കിൾ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. പേരൊക്കെ അടിപൊളിയാണല്ലേ. ദിലീഷ് പോത്തൻ്റെ സംവിധാനം, ശ്യാം പുഷ്കർ, പോൾഫൻ ഫക്രിയ എന്നിവരാണ് തിരക്കഥ എഴുതുന്നത്. ജോൺ മേരി ക്രിയേറ്റീവിൻ്റെ ബാനറിൽ ചു ബേബി ജോണാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇത് നമുക്ക് പരിചിതമുള്ളതാണ്. കാരണം ബാലിബൻ എന്ന് പറയുന്ന ചിത്രം നിർമ്മിച്ചത് ഇവരായിരുന്നു. നമ്മുടെ ബേബി ജോൺ, ഷിബു ബേബി ജോണിൻ്റെ കമ്പനിയാണ്. അവർ തന്നെയാണ് പുതിയ ചിത്രവും നിർമ്മിക്കുന്നത്. അത് നേരത്തെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഷൈജു ഖാലിദാണ് ഛായാഗ്രഹണം, സുശിശ്യാമാണ് ഇതിൻ്റെ സംഗീതം, ഫൈജു ശ്രീധറാണ് ഇതിൻ്റെ എഡിറ്റർ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. അതുപോലെ നമ്മുടെ ദിലീഷ് പോത്തൻ്റെ നാലാമത്തെ ചിത്രമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അതിൻ്റെ ഒരു വീഡിയോ ഇവർ പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. നമുക്കൊന്ന് കാണാം. ഇതാണ് വീഡിയോ. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ കണ്ടപ്പം ചില പ്രത്യേകതകൾ എനിക്ക് തോന്നി. ഒന്ന്, പിന്നെ ലാലേട്ടൻ ജനലിൽ ഇരുന്നുകൊണ്ട് കാല് പുറത്ത് വിട്ടിട്ടിരിക്കുന്ന ലാലേട്ടനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിട്ടാണ് ലാലേട്ടൻ ഇതിനകത്ത് കഥാപാത്രം എന്ന് തോന്നുന്നു. അതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്, അതിൻ്റെ ഒരു ജനലിനകത്തൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നായിക, അതുപോലെ അമ്മയെ കാണാൻ പറ്റുന്നുണ്ട്, മകനെ, അതുപോലെ കൊച്ചൊരു കുട്ടിയെ. ഇവരെല്ലാമാണ് അതിനകത്ത് വന്നത്. അപ്പം രണ്ട് ഭാര്യയും അമ്മയും രണ്ട് മക്കളുമുള്ള ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ ചിത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇടുക്കി ഒരു പ്രധാന ലൊക്കേഷൻ ആയിരിക്കാം. പിന്നെ തിരുവനന്തപുരം, ചെന്നൈ ഈ പ്രദേശങ്ങളിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ഒരുപക്ഷെ വൈകാതെ തന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം 2027 വിഷുവിന് ഒരുപക്ഷെ നെടുങ്കണ്ടം മിറാക്കിൾ എന്ന് പറയുന്ന ചിത്രമായിരിക്കാം നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായിട്ട് ഈ ചിത്രം മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം ദിലീഷ് പോത്തൻ്റെ മിക്കവാറും ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു ഹൈപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് അതുപോലെ പ്രത്യേകതയുള്ളത്. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ചിത്രം ദേശീയ അവാർഡ് വരെ നേടുന്ന ചിത്രമായി. അതുപോലെ തുണ്ടിമുതലും ദുഷ്ഭാഷിയും പല അവാർഡുകളും വാരിക്കൂട്ടും നമ്മൾ കണ്ടു. ആ ജോജിയും പ്രേക്ഷക പിന്തുണ നേടുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ലാലേട്ടനിൽ നിന്ന് ദിലീഷ് പോത്തൻ, ലാലേട്ടൻ, ശ്യാം പുഷ്കർ ടീമിൻ്റെ ചിത്രം വളരെയധികം നമുക്ക് പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ്. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.